So നമുക്കറിയാം equations of motion v is equal to u plus at, s equal to ut plus half at square, v square is equal to u square plus 2as. ഇത് മൂന്നും ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇതാ നമ്മൾ അവസാന ദിവസം പറഞ്ഞു നിർത്തിയേക്കുന്നത്. ഇനി ഒരു ക്വസ്റ്റ്യൻ എഴുതിക്കേ. Question number 1. A body has an initial velocity 25 meter per second. അപ്പോൾ ഇതിനകത്ത് ഏത് ലെറ്റർ ആണ് അലക്സേ? അത് ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുമ്പം യു. അപ്പോൾ ഇനിഷ്യൽ വെലോസിറ്റി ഈക്വൽ ടു 25 മീറ്റർ പെർ സെക്കൻഡ് ആഫ്റ്റർ 10 സെക്കൻഡ്. 10 സെക്കൻഡിന് ശേഷം. അപ്പോൾ ടൈം എത്രയായി? 10 സെക്കൻഡ്. ഇറ്റ്സ് വെലോസിറ്റി ബിക്കം 55 മീറ്റർ പെർ സെക്കൻഡ്. അപ്പോൾ എത്രയായി? ഫൈനൽ വെലോസിറ്റി ആയി അല്ലേ? 10 ഫൈനൽ വെലോസിറ്റി വി എന്ന് പറയുന്നത് 55 മീറ്റർ പെർ സെക്കൻഡ്. ഇത് യു. Then what is the acceleration acting on it? What is the acceleration? സ്മോൾ a എത്രയാണെന്ന് കണ്ടുപിടിക്കുക. മുകളിൽ 3 ഇക്വേഷൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അതിൽ നിന്ന് ഏത് ഇക്വേഷൻ കൊടുത്താലാണ് എ കിട്ടുന്നതെന്ന് നോക്കുക. ബാക്കി തന്നിരിക്കുന്ന ക്വാണ്ടിറ്റി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് എ പെട്ടെന്ന് കണ്ടുപിടിച്ച് തന്നെ ചെയ്ത് പഠിക്കണം. ഇങ്ങനത്തെ പ്രോബ്ലംസ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് നമുക്ക് +1 +2 എക്സാമിന്. 10 ആൻസർ ഏതാ കിട്ടി? അലക്സിന് 10 കിട്ടിയോ? അലീനയ്ക്കോ? അലീനയ്ക്ക് എത്ര കിട്ടിയേ? 310. അഞ്ജുനോ? എനിക്ക് കിട്ടിയില്ല സാർ, എനിക്ക് മനസ്സിലായില്ല ചെയ്യേണ്ട എങ്ങനെയാണ്. നോക്കെ ഞാൻ പറയാനും ചെയ്ത് നോക്കട്ടെ. ഇങ്ങനെ പരീക്ഷയ്ക്ക് വരുന്നു. ഇത് എത്രയാ? 2010 ചോദിച്ചൊരു ചോദ്യമാണ്. ഇങ്ങനെ തന്നിട്ട് എ കണ്ടുപിടിക്കുക. അപ്പം എയും ടിയും യു ഉള്ള ഇക്വേഷൻ ഏതാ ഇതിനകത്തുള്ളത്? യു ഉണ്ട്, വി ഉണ്ട്, എ ഉണ്ട്. ഏതാ ഇക്വേഷൻ? പി ഈക്വൽ ടു യു പ്ലസ് എ ടി. മതിയല്ലോ? ഈ ഇക്വേഷൻ ആണ് നിങ്ങൾ എടുത്തേ. ആക്സലറേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എ ടിനെ അവിടെ നിർത്താം. എ ടി ഈസ് ഈക്വൽ ടു വി മൈനസ് യു. ശരിയല്ലേ? അപ്പൊ എ ഇൻറ്റു ടി ഈക്വൽ ടു വി എത്രയാ? 55 മൈനസ് 25 എത്രയാകും? 25 10 35 10 45 10 55 30. അപ്പൊ എ ഇൻറ്റു ടി ഈക്വൽ ടു 30. എ ഈക്വൽ ടു 30 ഡിവൈഡഡ് ബൈ ടി. ഇറ്റ്സ് ഈക്വൽ ടു 30/10. ഇറ്റ്സ് ഈക്വൽ ടു 3. ആക്സലറേഷന്റെ യൂണിറ്റ് എന്നാ? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. എവിടെയാ തെറ്റിയത് നിങ്ങൾക്ക്? ചെയ്യുന്ന മനസ്സിലായല്ലോ അല്ലേ? ചെയ്യുന്ന മനസ്സിലായില്ലേ? എവിടെയാ തെറ്റിയ അലക്സിന്? ക്വസ്റ്റ്യൻ നമ്പർ 2. An orange is dropped from an aeroplane. An orange is dropped from an aeroplane. After 30 seconds, it reaches on the hands of a boy. It reaches to the hands of a boy. Full stop. What is the velocity? What is the velocity with which it hits on his hand? ആ കുട്ടിയുടെ കയ്യിൽ വന്ന് വീഴുന്നതിന്റെ വെലോസിറ്റി എത്രയാന്ന് കണ്ടുപിടിക്കുക. ചെയ്തേ എഴുതണം.
അപ്പൊ തന്നെ നമുക്ക് ചോദ്യത്തെ കുറിച്ച് ഒരു ഐഡിയ കിട്ടും. ആൻ ഓറഞ്ച് ഈസ് ഡ്രോപ്ഡ് ഫ്രം ദ എയറോപ്ലെയിൻ. എയറോപ്ലെയിനിൽ നിന്ന് താഴ്ത്തോട്ട് ഇട്ടു അല്ലേ? ആ. അപ്പൊ അതിന്റെ ഇനിഷ്യൽ വെലോസിറ്റി എത്രയാ? 0. വെരി ഗുഡ്. അവിടെ നിന്നാണ് ചെയ്തു തുടങ്ങുന്നത് അല്ലേ? മുകളിൽ നിന്ന് താഴത്തേക്ക് വിടുക. അപ്പൊ കൈ പിടിച്ച് നേരെ താഴേക്ക് വിടുക. അപ്പൊ u0. ആഫ്റ്റർ 30 സെക്കൻഡ് ടി എത്രയാ? 30. ഇറ്റ് റീച്ചസ് ടു ദ ഹാൻഡ്സ് ഓഫ് എ ബോയ്. അപ്പൊ നേരെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴേക്ക് ഭൂമിയിലേക്ക് വീഴുക. വി എത്രയാന്ന് കണ്ടുപിടിക്കണം. നമുക്കറിയാവുന്ന മുമ്പേ പറഞ്ഞ ഇക്വേഷൻ v ഈക്വൽ ടു u പ്ലസ് 80 അല്ലേ? u പ്ലസ് 80. ആക്സലറേഷൻ അറിയാവോ? അറിയാം. വണ്ടി ഓടുന്ന രീതിയൊന്നും അല്ല ഇവിടെ പറഞ്ഞ. ഓറഞ്ച് എയറോപ്ലെയിനിൽ നിന്ന് ഭൂമിയുടെ സർഫസിലോട്ട് ഇട്ടു. അവിടുത്തെ ആക്സലറേഷൻ എന്നാണ്? 9. എന്ന് പറയണത് g ആണ്. കണ്ടോ? തീരെ കാര്യം മനസ്സിലാക്കണം. അത് ഭൂമിയുടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. ഇപ്പൊ g എത്രയായി? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ഇപ്പൊ എല്ലാം ആയില്ലേ? u ആയി, t ആയി, a ആയി, v കണ്ടുപിടിക്കും. നല്ല രസമല്ലേ നോക്കിയാൽ? ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി നൈസ്, വെരി സിമ്പിൾ. പക്ഷെ ഐഡിയ ഉണ്ടാവണം. 294 മീറ്റർ പെർ സെക്കൻഡ്. That's equal to 294 മീറ്റർ പെർ സെക്കൻഡ്. ഞാൻ ചോദിക്കട്ടെ, അത് എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? പരീക്ഷയ്ക്ക് ഇനി യൂണിറ്റ് കിലോമീറ്റർ പെർ അവറിലാണ് തന്നിരിക്കുന്നെങ്കിലോ? മീറ്റർ പെർ സെക്കൻഡിനെ എങ്ങനെ കിലോമീറ്റർ പെർ അവർ ആക്കും? അലീന? 60 ഇൻറ്റു ചെയ്താല് ചെയ്തു നോക്കാം. ആദ്യം കിലോമീറ്റർ പെർ അവറിനെ നമുക്ക് മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റാം. കിലോമീറ്റർ, 1 കിലോമീറ്റർ 1000 മീറ്റർ അല്ലേ? അപ്പൊ 1000 ബൈ 1 അവർ എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് ഇൻറ്റു 60. അപ്പൊ എത്രയായി? 1000 ബൈ 360. രണ്ടെണ്ണം വെട്ടിപ്പോയാൽ 100 ബൈ 36 അല്ലേ? 100 ബൈ 36 ആണോ? ചെയ്ത് തെറ്റി എവിടെയല്ലോ? ഇല്ലല്ലോ. 1000 മീറ്റർ ഒരു കിലോമീറ്റർ ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 60 ഇൻറ്റു 60. 6 ഓ തെറ്റിയിടും. 6 36. ഇവിടെ ഒരു 0 അവിടെ ഉണ്ട്. ശരിയല്ലേ? 2 0. 3600. 1000 ഡിവൈഡഡ് ബൈ 3600. 360 അല്ലല്ലോ അലക്സേ? ദാറ്റ്സ് ഈക്വൽ ടു 2 0 വെട്ടിക്കളഞ്ഞ 10 ബൈ 36 എന്ന് കിട്ടും. 2 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 5 ബൈ 18. കണ്ടോ? അപ്പം ഇങ്ങനെ ഓർത്താൽ മതി. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5 ബൈ 18 കൊണ്ട് ഗുണിക്കുക. ഇനി തിരിച്ച് അങ്ങോട്ടാണെങ്കിലോ, മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ ഇതിന്റെ റെസിപ്രോക്കൽ ഇട്ട് കുടിച്ചാൽ മതി. 18 ബൈ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. മനസ്സിലായില്ലേ? ഈ കിട്ടിയ ഉത്തരത്തിനെ ഇൻറ്റു 18 ബൈ 5 ചെയ്യണം. ആ ആൻസർ ആയിരിക്കും. ഇപ്പൊ കിലോമീറ്റർ പെർ അവർ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ തന്നേക്കുന്നതെങ്കിലേ അപ്പൊ അതിലോട്ട് കണ്ടുപിടിക്കേണ്ടി വരും. മനസ്സിലായി എന്നാ ആവശ്യം എന്നുള്ളത്? അപ്പം ഇതിനെ എന്നാ ചെയ്യണം? മീറ്റർ പെർ സെക്കൻഡിനെ കിലോമീറ്റർ പെർ അവർ ആക്കാൻ 18 ബൈ 5 കൊണ്ട് ഗുണിക്കുക. കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5 ബൈ 18 കൊണ്ട് ഗുണിക്കുക. കൃത്യമല്ലേ? അപ്പൊ ഇതിനെ 18 ബൈ 5 കൊണ്ട് ഗുണിച്ച്
നമ്മുടെ ആൻസർ ഷീറ്റ് ഒക്കെ കിടക്കുന്നത് ഞാൻ 1058.4 km/h. അപ്പൊ അതിലേക്ക് ആൻസർ കിട്ടണം. മീറ്റർ പെർ സെക്കൻഡ് ഇങ്ങനെ ചെയ്തിട്ട് കഴിഞ്ഞാൽ ബാക്കി ചെയ്യാനുള്ള ഓട്ടോമാറ്റിക് ഇത് വെച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇല്ല ഏതെങ്കിലും ഒരെണ്ണം ഓർത്തിരിക്കുക. km/h മീറ്റർ പെർ സെക്കൻഡ് ആക്കാൻ 5/18. ഇപ്പൊ മീറ്ററിൽ നിന്ന് കിലോ അങ്ങോട്ട് പോകുമ്പോൾ 18/5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതിനകത്ത് ഇനി ഇങ്ങനെ പ്രോബ്ലം ചെയ്ത് പഠിക്കാൻ മാത്രമേ ഉള്ളൂ ഈ ചാപ്റ്റർ. ചെയ്യും. അലീന കിട്ടിയ ആൻസർ കിട്ടി. എത്ര കിട്ടി? 1058.4 കിലോമീറ്റർ. 1058.4 km/h. അതന്നെയല്ലേ ഞാനും പറഞ്ഞു. ആ ആൻസറിലേക്ക് തന്നെ കഴിയണം കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന്റെ സ്ക്രീൻഷോട്ട് ഇട്ടായിരുന്നോ? അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ടായിരുന്നോ ഗ്രൂപ്പില്? ക്വസ്റ്റ്യൻ ഇതാണ്. ഒരു മോഷനെ കുറിച്ച് ഒരു സെന്റൻസ് അവർ തന്നിരിക്കും, ഒരു കോട്ട്. മോഷൻ ഈസ് കോമൺ ടു എവറിത്തിങ് ഇൻ ദ യൂണിവേഴ്സ്. ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ പൊസിഷൻ ഓഫ് ആൻ ഒബ്ജക്ട് വിത്ത് ടൈം. ഇനി ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഒന്നോ ക്വസ്റ്റ്യനെ ദ സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫ് ഓഫ് എ പാർട്ടിക്കിൾ ഗീവ്സ്. സ്ലോപ്പ് ഓഫ് പൊസിഷൻ ടൈം ഗ്രാഫിന്റെ വാല്യൂ താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ആക്സലറേഷൻ ആണോ, ഡിസ്പ്ലേസ്മെന്റ് ആണോ, വെലോസിറ്റി ആണോ, മൊമെന്റ് ആണോ? അലക്സേ ആക്സിലറേഷൻ. ഒന്നിന്റെ ഉത്തരം ആക്സലറേഷൻ. അലീന വെലോസിറ്റി. വെലോസിറ്റി. അഞ്ജു വെലോസിറ്റി. വെലോസിറ്റി. പൊസിഷൻ ടൈം അല്ലേ? അപ്പൊ ഇത് എക്സ് പൊസിഷൻ, ഇത് ടൈം. നമ്മളിങ്ങനെ ഒരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ അതിന്റെ സ്ലോപ്പ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ ബൈ ഇത്. അപ്പം പൊസിഷൻ ടൈം ഗ്രാഫ്, പൊസിഷൻ ബൈ ടൈം. പൊസിഷൻ ബൈ ടൈം തന്നെ അലക്സേ വെലോസിറ്റി. വെലോസിറ്റി. ഒന്നാമത്തെ ഉത്തരം വെലോസിറ്റി. കണ്ടോ എന്ത് സിമ്പിൾ ആയിട്ടാണ് ചോദ്യം തന്നെ. നമുക്ക് നല്ല ഐഡിയ വേണം. തെറ്റിപ്പോണുണ്ട് എന്നെ എളുപ്പത്തിലാണ്. ക്വസ്റ്റ്യൻ ബി. ഗീവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ബോഡി പൊസസിങ് 0 വെലോസിറ്റി ആൻഡ് സ്റ്റിൽ ഇറ്റ് ഹാസ് ആക്സലറേറ്റ്. ഏതെങ്കിലും ഒരു ബോഡിക്ക് ഉദാഹരണം പറയാം. വെലോസിറ്റി 0 ആയിരിക്കണം, പക്ഷെ അതിന് ആക്സലറേഷൻ ഉണ്ട്. ഇറ്റ് ഹാസ് ആൻ ആക്സലറേഷൻ. ആക്സലറേഷൻ ഉള്ളതും വെലോസിറ്റി 0വുമായ ഒരു മോഷന്റെ ഉദാഹരണം പറയുക. ഇങ്ങനെയാണ് മെയിൻ പരീക്ഷയ്ക്ക് 2009 മാർച്ചിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഉത്തരം പറഞ്ഞു. വെലോസിറ്റി 0യും ആക്സലറേഷൻ വേണം താൻ. ആക്സലറേഷൻ 0 അല്ല. പറയാവോ അലീന? എനി ഐഡിയ? അലക്സ്? ഈ ബസ് പോകുമ്പോഴത്തേന് ബസിന്റെ വെലോസിറ്റി 0, ബ്രേക്ക് ഔട്ടി കഴിഞ്ഞാൽ ആക്സലറേഷൻ 0 ആയിപ്പോയി. അത് ഇനേർഷ്യാടോ, നമ്മൾ മുമ്പോട്ട് തെറിച്ചു പോണതൊക്കെ അതല്ലേ ഉദ്ദേശിച്ചത്? അത് ഇനേർഷ്യ എന്ന് പറഞ്ഞ കേട്ടോ. ഞാൻ അവിടെ വരുമ്പം പഠിപ്പിക്കും. യൂണിറ്റ് 5. ഒരു കല്ല് നേരെ മുകളിലോട്ട് എറിയുന്നു. അത് ഏറ്റവും മുകളിലത്തെ പോയിന്റ് ചെല്ലുന്നു, മാക്സിമം ഹൈറ്റിൽ. ആ പോയിന്റിലെ വെലോസിറ്റി എത്രയാ? 0 അല്ലേ? പിന്നെ അത് താഴത്തേക്ക് വീഴാൻ തുടങ്ങുമല്ലേ? അപ്പം ആക്സലറേഷൻ താഴത്തേക്ക് വലിക്കുന്നുണ്ടല്ലേ? അവിടെ ഒരു ആക്സലറേഷൻ ഉണ്ട്. അപ്പൊ അതാണ് അതിന്റെ എക്സാമ്പിൾ. കണ്ടോ? ഇത്തരം കിട്ടിക്കഴിയുമ്പോൾ നോക്കി എന്നെ എളുപ്പമാണ്. ഭയങ്കര സിമ്പിൾ അല്ലേ? സോ
a body is thrown up to a maximum height and the velocity is 0, but it possesses an acceleration in downward direction. That is the answer of question B. அடுத்த question C. A car start accelerating from rest for some time. ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ആക്സലറേറ്റിംഗ് ഫ്രം റെസ്റ്റ്, ആക്സലറേഷൻ കൊടുക്കുകയാണ് നമ്മൾ. എവിടുന്ന തുടങ്ങണത്? ഫ്രം റെസ്റ്റ്. എ കാർ സ്റ്റാർട്ട് ആക്സലറേറ്റിംഗ് ഫ്രം റെസ്റ്റ് ഫോർ സം ടൈം, മൂവ്സ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി. അപ്പൊ അത് ആക്സലറേറ്റ് ചെയ്തു, റെസ്റ്റിൽ നിന്ന് കുറച്ച് ആക്സലറേറ്റ് ചെയ്തു, പിന്നെ അതൊരു യൂണിഫോം വെലോസിറ്റി പോയി. ആൻഡ് കംസ് ടു റെസ്റ്റ് വിത്ത് എ യൂണിഫോം റിറ്റാർഡേഷൻ. ഫൈനലി അത് റെസ്റ്റിൽ വന്നു. എങ്ങനെയാണ് വന്നത്? ഒരു യൂണിഫോം റിറ്റാർഡേഷൻ നടന്ന് അത് റെസ്റ്റിലെത്തി. ഒരു കാർ സ്റ്റാർട്ട് ചെയ്തു, ആക്സലറേഷൻ ഉണ്ടായി, യൂണിഫോം വെലോസിറ്റിയിലൂടെ പോയിട്ട് ആക്സലറേഷൻ കുറയുന്നതിനെയാണ് റിറ്റാർഡേഷൻ എന്ന് പറയുന്നത്. ഞാനൊന്ന് പറഞ്ഞു കഴിഞ്ഞ ക്ലാസ് ടൈം ഓർക്കുന്നുണ്ടോ? റിറ്റാർഡേഷൻ ഉണ്ടായെന്ന് പറഞ്ഞു. നമ്മൾ ആക്സലറേഷൻ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു. ഫൈനലി അത് റെസ്റ്റ് വന്നു. ഡ്രോ ദ വെലോസിറ്റി ടൈം ഗ്രാഫ്. എന്നെങ്കിൽ ആ കാറിന്റെ വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കുക. വരച്ചോ. വിയും ടിയും തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കുക. കണ്ടോ? ചോദ്യം കണ്ടോ? നല്ല ടഫാണ്, പക്ഷെ വളരെ സിമ്പിളാണ്. നല്ല ഐഡിയ ക്രിയേറ്റ് ചെയ്യണം. വെലോസിറ്റി ടൈം ഗ്രാഫ് വരയ്ക്കണം അല്ലേ? ആക്സലറേഷൻ കിട്ടണമെങ്കിൽ വി ബൈ ടി ആണ് സ്ലോപ്പ് അല്ലേ? അപ്പം വി ബൈ വൈ ആക്സിസ് ബൈ എക്സ് ആക്സിസ് എന്ന് പറയുന്നതാണ് ആക്സലറേഷൻ. അപ്പം ആക്സലറേഷൻ ഈസ് ഈക്വൽ ടു വൈ ബൈ എക്സ്. അപ്പൊ വെലോസിറ്റി ബൈ ടൈം എടുത്താലേ ആക്സലറേഷൻ കിട്ടുള്ളൂ. അതുകൊണ്ടാണ് വൈ ആക്സിസ് വെലോസിറ്റിയും എക്സ് ആക്സിസ് ടൈമും. ഇനി എന്നാ പറഞ്ഞേ? റെസ്റ്റിൽ നിന്ന് തുടങ്ങി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് തുടങ്ങണം അല്ലേ? ഒറിജിൻ 0 0 ഒരു യൂണിഫോം ആക്സലറേഷനിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ആദ്യം പറഞ്ഞു. യൂണിഫോം മോഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അന്ന് പറഞ്ഞായിരുന്നു, അതൊരു സ്ട്രെയിറ്റ് ലൈൻ ആണ്, ഒറിജിനിലൂടെ കടന്നു പോകുന്നത്. ഇങ്ങനത്തെ പറഞ്ഞു. സ്ലോപ്പ് എല്ലായിടത്തും സെയിം ആണ് യൂണിഫോം കേസിൽ അല്ലേ? അപ്പം ഒരു യൂണിഫോം ആക്സലറേഷൻ ഉണ്ടായി. അതിനുശേഷം യൂണിഫോം വെലോസിറ്റി. അപ്പൊ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്. ഇത് ഇങ്ങനെ നിൽക്കും. മനസ്സിലായോ? യൂണിഫോം വെലോസിറ്റി. ഇനി പറയാണ്, പോയ പോലെ തന്നെ ഈ ഒരു യൂണിഫോം റിറ്റാർഡേഷൻ നടന്ന് റെസ്റ്റിൽ വന്നു. അപ്പൊ ഇതായിരുന്നു ആക്സലറേഷൻ ഗ്രാഫ് എങ്കിൽ അതിന് കൃത്യം ഓപ്പോസിറ്റ് ആയിട്ട് ഒരു റിറ്റാർഡേഷൻ ഗ്രാഫ് ഇങ്ങനെ നടന്ന് അത് ഇനിഷ്യലി ഇവിടെ വന്ന് യൂണിഫോം മോഷനിൽ വന്ന് ഫൈനലി 0 ആയി വന്നു. കണ്ടോ ഗ്രാഫ്? വളരെ എളുപ്പമല്ലേ പറഞ്ഞു തന്നു കഴിയുമ്പം? കണ്ടുപിടിക്കാൻ നല്ല പാടാ. ഈ ചാപ്റ്ററിൽ നിന്ന് ആകെ ഒറ്റ ചോദ്യം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ എന്തിനു നമ്മൾ പഠിച്ചു? എത്ര മാർക്കിന്റെ ചോദ്യമായിരുന്നു അത്? 1 1 1 2. ഇപ്പൊ 2 1 3 4 1 5 മാർക്കിന്റെ ചോദ്യം 2009 മാർച്ചിൽ ചോദിച്ചത് ഈ ചോദ്യമാണ്. ഇങ്ങനെ ഏതെങ്കിലും ഗ്രാഫ് വരയ്ക്കാനോ ഇതേ ബൈ ഇത് വരച്ചാൽ എങ്ങനെയാണെന്നോ അല്ലെ ഇന്നത് ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ അതിനൊരു എക്സാമ്പിൾ എഴുതാനോ അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കും. ഇത് മനസ്സിലായോ? ഇവിടെ നോക്കൂ. എ കാർ ഈസ് സ്റ്റാർട്ടഡ് ഫ്രം റെസ്റ്റ് ആൻഡ് ഇറ്റ് ആക്സലറേറ്റിംഗ് സം ടൈം. കുറച്ച് നേരം ആക്സലറേഷൻ നടന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ആക്സലറേഷൻ കൂടി വന്നത് കാണിച്ചത്. പിന്നെ ഇറ്റ് മൂവ്സ് വിത്ത് എ യൂണിഫോം വെലോസിറ്റി സം ടൈം. അപ്പൊ വെലോസിറ്റി ഇങ്ങോട്ട് യോജിപ്പിച്ചാൽ നമുക്കറിയാം വെലോസിറ്റി ഇവിടെ ഇത്ര കോൺസ്റ്റന്റ് ആണല്ലേ, യൂണിഫോം വെലോസിറ്റി. അതിനുശേഷം എന്നാ പറ്റി? ആൻഡ് കംസ് ടു റെസ്റ്റ് വിത്ത് എ യൂണിഫോം റിറ്റാർഡേഷൻ. യൂണിഫോം റിറ്റാർഡേഷൻ നടന്ന് തിരിച്ചു വന്നു. അപ്പൊ ഇത് യൂണിഫോം ആക്സലറേഷൻ ആയിരിക്കണം, എന്നാലേ അതേ രീതിയിൽ തിരിച്ചു വരയ്ക്കുള്ളൂ. അപ്പൊ ഇത് സ്ട്രെയിറ്റ് ലൈൻ,
ഇത് ഇങ്ങോട്ട് യൂണിഫോം മോഷൻ, ഇത് യൂണിഫോം റിട്ടാർഡേഷൻ. ഇസ് ഇറ്റ് ക്ലിയർ? മനസ്സിലായ ചോദ്യം ഉത്തരം? നല്ല ചോദ്യമാണ്. ദെൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഒരെണ്ണോടെ ഉണ്ട് അല്ലേ, ഒരു പാർട്ടോടെ ഉണ്ട് അതിനകത്ത്. അത് നിങ്ങൾക്ക് ചെയ്യാൻ അറിയത്തില്ല, ചെയ്ത് കാണിച്ചത്. A car covers the first half of its distance between two places at speed 40 കിലോമീറ്റർ. ഒരു കാർ ഇവിടുന്ന് അങ്ങ് പോവാണ്, അങ്ങ് പോയിട്ട് തിരിച്ചു വരുവാണ്. ഫസ്റ്റ് ഹാഫ് അങ്ങനെയല്ല, അങ്ങോട്ട് തന്നെയാണ് മൊത്തം പോണത്. ഇങ്ങോട്ടൊരു മോഷൻ ഇവിടെയും വന്ന് ഇവിടുന്ന് ഇങ്ങനെ അടുത്ത മോഷൻ. ഫസ്റ്റ് എ കാർ കവേഴ്സ് ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടു പ്ലേസസ് അറ്റ് എ സ്പീഡ് 40 കിലോമീറ്റർ പെർ അവറിൽ. ഗ്രൂപ്പിൽ വന്ന ക്വസ്റ്റ്യൻ നോക്കിയാൽ ഫസ്റ്റ് ഹാഫ് പോയി. 60 കിലോമീറ്റർ പെർ അവറിലാണ് രണ്ടാമത്തെ പാർട്ട് പോയത്. അങ്ങനെയെങ്കിൽ ആവറേജ് സ്പീഡ് എത്ര? എനിക്ക് തോന്നുന്നു ആവറേജ് സ്പീഡിന്റെ ഒരു ഇക്വേഷൻ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. ടോട്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ടോട്ടൽ ടൈം. ശരിയല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് ടോട്ടൽ ഡിസ്റ്റൻസും തന്നിട്ടില്ല, ടോട്ടൽ ടൈമും തന്നിട്ടില്ല. ഇങ്ങനെയുള്ള കേസില് രണ്ട് സ്പീഡ് തന്നാൽ ആവറേജ് സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ ഇതാണ്. ആവറേജ് സ്പീഡ് ഈസികൾ ചുമ്മാ കൂട്ടിയിട്ട് രണ്ടുകൊണ്ട് ഹരിച്ചാൽ പോരാ. 2 into v1 into v2 by v1 plus v2. ഇവിടെ v1ന്റെ സ്ഥാനത്ത് തന്നെ കൊടുക്കണം 2 into 40 into 60 ഡിവൈഡ് ബൈ 40 പ്ലസ് 60. ഈ ഇക്വേഷൻ ഇപ്പോഴാണ് നമ്മൾ പറഞ്ഞത്, എഴുതിയെടുത്തേ. രണ്ടെണ്ണം സ്പീഡാണ് തരുന്നതെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം കാണാൻ പറ്റില്ല. ഇൻ ദാറ്റ് കേസ് ദ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു 2 into v1 v2 by v1 plus v2. ആ ഇക്വേഷൻ പഠിച്ചാൽ മതി കേട്ടോ. അതിനെച്ചാൽ നമ്മൾ ആ 1/4 ഫോക്കൽ ലെങ്ത് ചെയ്യുന്ന പോലെ v1 by v1 plus 1/v2 അതിൻ്റെ ഒരു ഇത് ചെയ്തിട്ടാണ് സോൾവ് ചെയ്ത് അങ്ങ് കൊടുക്കണം. ഈ ഇക്വേഷൻ പഠിച്ചേക്കണം. 2 into v1 v2 by v1 plus v2 ചെയ്തിട്ട് ആൻസർ എത്രയാന്ന് പറഞ്ഞേ, എത്ര കിലോമീറ്റർ പെർ അവർ ആണ്? എനിക്ക് തോന്നണ് നിങ്ങൾ ചെയ്തിരെങ്കിൽ ഒന്നാമത്തെ ചിലപ്പം ശരിയാക്കുമായിരിക്കും അല്ലേ. 2 ശരിയാക്കിയില്ല, 3 ശരിയാക്കിയില്ല, ഇതും ശരിയാക്കിയില്ല. ഇത് തെറ്റിയോടെ പോയാൽ 5 മാർക്കും പോവും, 0 കിട്ടുള്ളൂ. ഈ ഒരെണ്ണം ശരിയാക്കിയവർക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. സോ ക്വസ്റ്റ്യൻ ഈസ് ലൈക്ക് ദിസ്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയാൻ കാരണം കേട്ടോ. ആവറേജ് സ്പീഡ് കണ്ടുപിടി. എത്ര കിട്ടി ഇതിന്റെ വാല്യൂ? ആവറേജ് സ്പീഡ് എത്ര കിട്ടി? കേൾക്കാവോ? റേഞ്ച് പ്രശ്നമുണ്ടോ? ലീന, എനിക്ക് കേൾക്കത്തില്ല. 48 ആണോ? ആ, റൈറ്റ് ആൻസർ 48 കിലോമീറ്റർ പെർ അവർ. കിട്ടിയായിരുന്നു അലക്സ? അഞ്ജു കിട്ടിയായിരുന്നു. എന്നാ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് ഗ്രൂപ്പ് കിട്ടിയത്. ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വേറൊരു ചോദ്യം കണ്ടു, നല്ലൊരു ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻ കിടക്കുന്നു. 2010 സേയ്ക്ക് ചോദിച്ച ചോദ്യം കണ്ടോ? ഇഫ് v is the velocity and a is the acceleration, give an example of each. എല്ലാം താഴെ തന്നിരിക്കുന്ന ഓരോ കേസിന്റെയും എക്സാമ്പിൾ എഴുതുക. ഓരോന്നിനും ഓരോ മാർക്ക്, 4 എണ്ണത്തിന് എഴുതിയ 4 മാർക്കും കിട്ടും. അപ്പം ക്വസ്റ്റ്യൻ ഇതാണ്. സ്ക്രീൻഷോട്ട് എടുത്തല്ലോ അല്ലേ? v വെലോസിറ്റി ആണ്, a ആക്സലറേഷൻ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ 1-2 ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാ ചാപ്റ്ററിലും ചെയ്യിപ്പിക്കും ഞാൻ. അങ്ങനെ ചെയ്ത് പഠിച്ചാൽ ഇതിന്റെ ഐഡിയ കിട്ടും. ഒന്നാമത്തെ കേസ് ഇതാണ്. വെലോസിറ്റി 0 അല്ല, പക്ഷെ ആക്സലറേഷൻ 0 ആണ്. അതിന്റെ ഒരു ഉദാഹരണം പറയുക. രണ്ടാമത്തത് വെലോസിറ്റി 0 ആണ്,
ആക്സലറേഷൻ 0 അല്ല. മൂന്നാമത്തത്, വെലോസിറ്റി ഉണ്ട് അല്ലെങ്കിൽ വെലോസിറ്റി പോസിറ്റീവ് ആണ്, ആക്സലറേഷൻ നെഗറ്റീവ് ആണ്. നാലാമത്തത്, വെലോസിറ്റി നെഗറ്റീവ് ആണ്, ആക്സലറേഷൻ പോസിറ്റീവ് ആണ്. എല്ലാത്തിനും ഓരോ ഉദാഹരണം എഴുതുക. ഇത്രയും മാർക്ക് മൊത്തം? എത്ര മാർക്ക്? 4 മാർക്ക്. അപ്പൊ ഓരോന്നിനും ഓരോ മാർക്ക്. ആലോചിച്ച് ചെയ്ത്. വെലോസിറ്റി 0 അല്ല, ആക്സലറേഷൻ 0 ആണ്. അലക്സേ, ഉത്തരം പറ. വെലോസിറ്റി ഉണ്ട്, അല്ല വെലോസിറ്റി ഇല്ല. വെലോസിറ്റി ഉണ്ട്, പക്ഷെ ആക്സലറേഷൻ 0 ആണ്. അതിനൊരു ഉദാഹരണമാണ് യൂണിഫോം വെലോസിറ്റി. ശരിയല്ലേ? യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്നാ? ഒരേ വെലോസിറ്റിയിൽ മൂവ് ചെയ്യുന്നു അല്ലേ? സെയിം വെലോസിറ്റി ആണെങ്കിൽ ആക്സലറേഷൻ പറഞ്ഞ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈമാ, അല്ലെ വെലോസിറ്റി ബൈ ടൈം. വെലോസിറ്റി എപ്പോഴും കോൺസ്റ്റന്റ് അല്ലേ? അപ്പൊ ആക്സലറേഷൻ 0 ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഇച്ചോടെ വലുതാകുമ്പോൾ പഠിക്കും, ഇതിന് dv/dt എന്ന് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന മാക്സി വരുമ്പോൾ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ഡെറിവേറ്റീവ് ഓഫ് എ കോൺസ്റ്റന്റ് 0 ആണ്. അപ്പൊ ആക്സലറേഷൻ 0 ആകും. ഫോർ യൂണിഫോം വെലോസിറ്റി v ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ഇൻ ദാറ്റ് കേസ് ആക്സലറേഷൻ 0. അറിയായിരുന്നോ ഇല്ലയോ? അതാ പറഞ്ഞ, ഇതിന് വേറെ ഒന്നും ഇല്ല. ഇനി ചാപ്റ്റർ തീർന്നു, ഇനിയൊന്നും ഇല്ല. അടുത്തത്, വെലോസിറ്റി 0 ആണ്, ആക്സലറേഷൻ ഉണ്ട്. ഇതറിയാം. ഇപ്പൊ ഞാൻ മുമ്പ് ഒരെണ്ണം പറഞ്ഞ, ഒരു ബോൾ എറിഞ്ഞ് ഏറ്റവും മുകളിൽ ചെല്ലുമ്പോ അല്ലെ വെലോസിറ്റി എത്രയാ? 0 ആണ്. ആക്സലറേഷൻ ഉണ്ടാ, താഴേക്ക് വലിച്ചു പിടിക്കും. ഇനി വെലോസിറ്റി ഉണ്ട്, വെലോസിറ്റി പോസിറ്റീവ്, ആക്സലറേഷൻ നെഗറ്റീവ്. ഇത് ഞാൻ പറഞ്ഞു തന്നിട്ടില്ല, ഇപ്പൊ പറഞ്ഞുതരാം. ഇപ്പൊ നമ്മൾ പറയാണ് ഭൂമിക്ക് എന്തുണ്ട്? ഒരു ജി ഉണ്ടല്ലേ? ആക്സലറേഷന്റെ വാല്യൂ ജി 9.8. അത് ഭൂമി അതിന്റെ സെൻട്രലോട്ടല്ലേ വലിക്കണത്? അപ്പം താഴത്തേക്ക് കൺസിഡർ ചെയ്യുന്ന കേസിൽ ജി പോസിറ്റീവ് ആയിരിക്കും, മുകളിലേക്ക് കൺസിഡർ ചെയ്ത ജി നെഗറ്റീവ്. അങ്ങനെയെങ്കിൽ ഇത് പറയാവോ? വെലോസിറ്റി ഉണ്ട്, ജി നെഗറ്റീവ് ആയിരിക്കും. ഒരു കല്ലല്ലെങ്കിൽ ഒരു ബോൾ നേരെ മുകളിലോട്ട് എറിയുന്നത്, ശരിയല്ലേ? എ ബോൾ ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്, വെലോസിറ്റി ഉണ്ട്, ജി താഴത്തേക്ക് വലിക്കും, അതിന് ഓപ്പോസിറ്റ് ആയിട്ടാ പോണേ. അപ്പൊ ജി എന്തായി? നെഗറ്റീവ്. ഇനി വെലോസിറ്റി നെഗറ്റീവ്, ആക്സലറേഷൻ പോസിറ്റീവ്. ആക്സലറേഷൻ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ താഴത്തേക്കാ വീഴുന്നത്. അപ്പം ഇവിടുന്ന് ഒരു പർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് താഴേക്ക് വീഴും. അപ്പം വെലോസിറ്റി ഹൈ വെലോസിറ്റി ഇങ്ങോട്ട് വെലോസിറ്റി കുറഞ്ഞ് വീണാൽ മതി. വെലോസിറ്റി കുറയും, പക്ഷെ വെലോസിറ്റി ഉണ്ട്, ആക്സലറേഷൻ എന്തായി? പോസിറ്റീവായി. എ ബോൾ മൂവിങ് ഡൗൺ ഫ്രം എ ഹൈറ്റ്, a ball moving upward direction. ഇത് the maximum height attained by a ball. ഇത് a ball moving with a uniform velocity. എല്ലാം ബോളിന്റെ വെച്ച് തന്നെ എഴുതാം. a ball moving with uniform velocity. ഇത് the maximum height at which a ball attained when it throw upward. When it throw
അപ്വേർഡ് ഡയറക്ഷൻ. മൂന്നാമത്തെ കേസിൽ ആക്സലറേഷൻ നെഗറ്റീവ്. അപ്പം എ ബോൾ മൂവിങ് അപ്വേർഡ്. ഇത് എ ബോൾ മൂവിങ് ഡൗൺവേർഡ്. ഒന്ന് രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ തരട്ടെ, ചെയ്യുമെന്ന് വരാവോ? സാറേ 2013 മാർച്ചിൽ തരാം. അങ്ങനെ തന്നെ ചോദിച്ചിട്ടുള്ള നല്ല ചോദ്യം. 2014 മാർച്ച് ഒറ്റ ചോദ്യവും ഇല്ല. അതാണ് ഇതിന്റെ ഓരോ കാര്യങ്ങളൊക്കെ. റെക്കോർഡ് എന്താ ക്ലാസ് ഇവിടെ കൊണ്ട് നിർത്താം കേട്ടോ. ഇനി ക്വസ്റ്റ്യൻ ഇപ്പൊ തരാം, അത് അടുത്ത ക്ലാസ്സിൽ ചെയ്യണം.